ഹരേ കൃഷ്ണ. ഏകാദശിയുടെ ഉത്ഭവ കഥയാണ് ഇത്. രണ്ടാം ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. മുരാസുരൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു ഭഗവാൻ ബദരി ആശ്രമത്തിലേക്ക് തിരിച്ചു. അവിടെ സിംഹപതി എന്ന ഗുഹയിൽ കയറി യോഗനിദ്രയിലാണ്ടു. മുരൻ എന്ന അസുരൻ മഹാവിഷ്ണുവിനെ പിന്തുടർന്നു ഗുഹയിലെത്തി. അസുരൻ യോഗനിദ്രയിലാണ്ട വിഷ്ണുവിനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ ദിവ്യ തേജസ്സും ബലപരാക്രമങ്ങളും കലർന്ന് വിവിധ ആയുധങ്ങളുമേന്തിയ സ്ത്രീരൂപം വിഷ്ണുവിൻ്റെ ദേഹത്തു നിന്നും പുറപ്പെട്ടു. ആ തേജസ്സാർന്ന സ്ത്രീരൂപം ദുഷ്ടനായ അസുരനെയും സംഘത്തെയും ഭസ്മീകരിച്ചു. ബഹളം കേട്ടുണർന്ന വിഷ്ണു ആരായിരിക്കും അസുരനെ കൊന്നതെന്ന് വിചാരിച്ചു അത്ഭുതപ്പെട്ടു. അപ്പോൾ ഇവനെ ചുട്ടുചാമ്പലാക്കിയത് ഞാനാണ്. ഒരു തേജസ്വിയായ സ്ത്രീരൂപം വിഷ്ണുവിൻ്റെ മുന്നിൽ നമസ്കരിച്ചു നിന്നു. ആരാണ് നീ എന്ന വിഷ്ണുവിൻ്റെ ചോദ്യത്തിന് ഞാൻ ഏകാദശിയാണ് എന്നവൾ മറുപടി നൽകി. ഏകാദശിയുടെ വാക്കുകൾ കേട്ട് മഹാവിഷ്ണു സന്തുഷ്ടനായി. ഭദ്രേ, നിനക്ക് മംഗളം. ഞാൻ നിന്നിൽ പ്രസന്നനായിരിക്കുന്നു. ഭവതിക്ക് വേണ്ട വരം ആവശ്യപ്പെട്ടുകൊള്ളൂ എന്ന് മഹാവിഷ്ണു അരുളി ചെയ്തു. ഭഗവാന്റെ വാക്കുകൾ കേട്ട് ഏകാദശി പറഞ്ഞു, എൻ്റെ ദിവസം എല്ലാ പുണ്യദിവസങ്ങളിലും വെച്ച് പുണ്യതരമാണ്. അതിനാൽ എൻ്റെ ദിവസത്തിൽ വ്രതമനുഷ്ഠിക്കുന്നവർക്ക് അശ്വമേധ ഫലം ലഭിക്കുമാറാകണം. അന്ന് രാത്രിയിൽ ഉറക്കമിളച്ച് ഭഗവത് സ്മരണയിൽ കഴിയുന്നവർക്ക് പാപനാശനവും പുണ്യവും സിദ്ധിക്കുമാറാകണം. എൻ്റെ ഈ വ്രതമനുഷ്ഠിച്ച് ഉപവാസവും ഭക്തിപൂർവം ധൂപദീപ പുഷ്പങ്ങൾ കൊണ്ട് പൂജയും ചെയ്യുന്നവർക്ക് വിഷ്ണുപദം പ്രാപിക്കുമാറാകണം. അവർക്ക് പുനർജന്മം ഉണ്ടാവുകയും അരുത്. ഏകാദശിയുടെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ മഹാവിഷ്ണു അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഭദ്രേ, ഭവതി ആഗ്രഹിക്കുന്നതെല്ലാം നിറവേറും. വിഷ്ണുവിന് പ്രിയപ്പെട്ട ഏകാദശി വ്രതം ഭക്തിപൂർവ്വം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം ഐഹിക സുഖങ്ങളും ഒടുവിൽ സായുജ്യവും ലഭിക്കുമാറാകട്ടെ. ഹരേ കൃഷ്ണ. ഇതാണ് ഏകാദശി വ്രതത്തിൻ്റെ ഉത്ഭവം.